നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ കണക്കുകൾ കൂട്ടിയും കിഴിച്ചും മുന്നണികൾ 90% മുകളിൽ പാർട്ടി വോട്ടുകൾ പോൾ ചെയ്യപ്പെട്ടു എന്നാണ് LDF കണക്കുകൂട്ടൽ. നിഷ്പക്ഷ വോട്ടുകളും എം സ്വരാജിന് അനുകൂലമാകുമെന്നും വിലയിരുത്തൽ. വിവരങ്ങളുമായി അമൽ നിലമ്പൂരിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. നോക്കാം LDF ക്യാമ്പിന്റെ വിലയിരുത്തൽ എന്താണെന്ന്. അമൽ, ഗുഡ് മോർണിംഗ്. 90%-ലധികം പാർട്ടി വോട്ടുകളും പോൾ ചെയ്യപ്പെട്ടു. ഈ LDFന്റെ ഉറച്ച വോട്ടുകൾക്കപ്പുറത്തേക്ക് രാഷ്ട്രീയങ്ങൾക്കപ്പുറമായി, കക്ഷി രാഷ്ട്രീയങ്ങൾക്കപ്പുറമായി മറ്റോട്ടുകളും എം സ്വരാജിന് ലഭിച്ചിട്ടുണ്ട് എന്ന നിഗമനത്തിലാണോ ഇപ്പോൾ LDF ക്യാമ്പ് നിൽക്കുന്നത്? അവരുടെ കണക്കുകൂട്ടൽ അങ്ങനെയാണോ? മനു, ഗുഡ് മോർണിംഗ്. ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇത് രണ്ടാം ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും ഈ ഉപതെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു മുന്നണികൾ ഉണ്ടായത്. ആ കണക്കുകൂട്ടലിൽ നിന്ന് നമുക്ക് ലഭിച്ച വിവരപ്രകാരം ഈ LDFന്റെ പാർട്ടി വോട്ടുകൾ ഏകദേശം 90% മുകളിലും പോൾ ചെയ്യപ്പെട്ടു എന്ന ഒരു നിഗമനത്തിലാണ് നിലവിലുള്ളത്. അത് വലിയ ആത്മവിശ്വാസമാണ് നിലവിൽ LDFന് നൽകിയിരിക്കുന്നത്. അതിനു പുറമെ നിഷ്പക്ഷ വോട്ടുകൾ അത് നിരവധിയായി എം സ്വരാജിന് ലഭിച്ചിട്ടുണ്ടാകാം എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. കാരണം അത്തരത്തിൽ വലിയ ജനസ്വീകാര്യത തന്നെ എം സ്വരാജിന് ആദ്യഘട്ടം മുതൽ നിലമ്പൂർ മണ്ഡലത്തിൽ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ഒപ്പം ഈ യുവ വോട്ടർമാർ, അതായത് ഏകദേശം ഒരു 8000-ന് അടുത്ത് പുതിയ വോട്ടർമാരും ഈ നിലമ്പൂർ മണ്ഡലത്തിലുണ്ടായിരുന്നു. അതിലും ഒരു ഭൂരിഭാഗം വോട്ടുകൾ എം സ്വരാജിന് തന്നെയാകും ലഭിച്ചിട്ടുണ്ടാവുക എന്ന ഒരു കണക്കൂട്ടലുണ്ട്. ഒപ്പം തന്നെ യുവ വോട്ടർമാർക്കിടയിലും വലിയ സ്വാധീനമുണ്ടാക്കാൻ വേണ്ടി അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടായിരുന്നു. അത് പല പരിപാടികളിലും നമ്മളൊക്കെ കണ്ടതുമാണ്. അത് പ്രത്യേകിച്ച് ഈ ഒരു അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ സംഗമം നടത്തിയ സാഹചര്യങ്ങളിലടക്കം പണ്ടത്തെ KSU പ്രവർത്തകരടക്കം എം സ്വരാജിന് അനുകൂലമായ പല കാര്യങ്ങൾ സംസാരിക്കുന്നതും അത്തരത്തിൽ തങ്ങളുടെ വോട്ട് എം സ്വരാജിനാണ് എന്ന പ്രഖ്യാപനം നടത്തുന്നതൊക്കെ കണ്ടിരുന്നു. അത്തരത്തിൽ യുവ വോട്ടർമാരുടെ നിരവധി പേരെ സ്വാധീനിക്കാൻ എം സ്വരാജിന് കഴിഞ്ഞിട്ടുണ്ട്. അത്തരത്തിൽ നിഷ്പക്ഷരുടെ ഒരുപാട് വോട്ടുകൾ LDFിലേക്ക് വന്നിട്ടുണ്ട് എന്ന ഒരു നിഗമനം കൂടിയുണ്ട്. അത്തരത്തിൽ ഒരു എഡ്ജ് നിലവിലിപ്പോൾ കണക്കുകൾ പറയുമ്പോൾ ഒരു എഡ്ജ് എം സ്വരാജിനുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ UDFന്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോഴും അവർക്ക് ആദ്യഘട്ടം മുതൽ തന്നെ വലിയ പ്രതിസന്ധികൾ ഈ സംഘടനയ്ക്കകത്ത് ഒപ്പം തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഒക്കെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ PV അൻവറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അത് ഈ UDFനകത്ത് ചില പ്രതിസന്ധികൾക്ക് കാരണമാകുന്നു. പക്ഷേ പിന്നീട് മുന്നോട്ട് പോകുന്തോറും എല്ലാ ആരോപണങ്ങളുടെയും മുന ഒടിയുന്നതാണ് കാണാൻ വേണ്ടി സാധിച്ചിരുന്നത്. എല്ലാ വിഷയങ്ങളും സർക്കാരിനെതിരായി തിരിച്ചുവിടാൻ ശ്രമിക്കുമ്പോഴും അതൊന്നും പൂർണ്ണതയിലേക്ക് എത്താതെ അല്ലെങ്കിൽ കൊണ്ടുപോകാൻ സാധിക്കാതെ അവ പകുതി വഴിയിൽ അതൊക്കെ തകർന്നു വീഴുന്നതാണ് കാണാൻ സാധിച്ചത്. അതൊക്കെ UDFന് വലിയ വെല്ലുവിളിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ചില വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഈ ജമാഅത്ത് ഇസ്ലാമിയുമായുള്ള കൂട്ടുകെട്ടടക്കമുള്ള വിഷയങ്ങൾ, അത് UDF അനുകൂലികൾക്കിടയിൽ പോലും വിദ്വേഷങ്ങൾക്ക് അല്ലെങ്കിൽ ചില നെഗറ്റീവായ ഒരു ഷെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ കാരണമായിട്ടുണ്ട്. ഇതൊക്കെ പോളിങ്ങിൽ UDFനെ ബാധിച്ചിരിക്കാം എന്ന ഒരു നിഗമനം കൂടി നിലവിലുണ്ട്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നിലവിലെ കണക്കുകൾ പ്രകാരം എം സ്വരാജിന് ഒരു എഡ്ജുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതോടൊപ്പം PV അൻവർ പിടിക്കുന്ന വോട്ടുകൾ അതിൽ ഭൂരിഭാഗവും UDFിൽ നിന്നായിരിക്കും. അത്തരത്തിൽ UDFിൽ ആ ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുവാനുള്ള സാധ്യത കൂടിയുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ 90%-ന് മുകളിൽ പാർട്ടി വോട്ടുകൾ LDFൻ്റേത് പോൾ ചെയ്ത് കഴിഞ്ഞു. ഒപ്പം നിഷ്പക്ഷരുടെ ഒരു വിഭാഗം വോട്ടുകളും ഇദ്ദേഹത്തിന് ലഭിക്കും. ഒപ്പം പുതിയ വോട്ടർമാർ, കന്നി വോട്ടർമാരിൽ മെജോറിറ്റി, അതായത് ഭൂരിഭാഗം വോട്ടുകളും എം സ്വരാജിന് തന്നെയാകും എന്ന ഒരു വിലയിരുത്തൽ കൂടിയാണുള്ളത്. അങ്ങനെ വലിയ ആത്മവിശ്വാസത്തിലാണ് നിലവിൽ LDF ഉള്ളത്. അതോടൊപ്പം നമുക്ക് ഈ 7 പഞ്ചായത്തുകളിലും ഒരു നഗരസഭയിലുമാണ് ഈ ഒരു നിലമ്പൂർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അതിലെ ആ ഒരു കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ 5 പഞ്ചായത്തുകളിൽ LDFന് ഭൂരിപക്ഷം ഉണ്ട്. ഈ 2021 കണക്ക് പ്രകാരമാണ്. അതിൽ വഴിക്കടവ്, എടക്കര, ഒപ്പം തന്നെ പോത്തുകൽ 506 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് LDFനുള്ളത്. കരുളായി പഞ്ചായത്തിൽ 1449 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFനുണ്ട്. അമരമ്പലത്ത് 1492 വോട്ടിൻ്റെ ഭൂരിപക്ഷം LDFനുണ്ട്. ഒപ്പം നഗരസഭയിൽ 1500-ന് മുകളിൽ വോട്ടിൻ്റെ ഭൂരിപക്ഷവും ഇത്തരത്തിൽ LDFനുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഈ പഞ്ചായത്തുകളിലൊക്കെ ഒരു മുന്നേറ്റം നടത്താൻ സാധിച്ചേക്കാം. പ്രത്യേകിച്ച് പോത്തുകൽ, കരുളായി, അമരമ്പലം എന്നീ 3 പഞ്ചായത്തുകളിൽ വലിയ മുന്നേറ്റം LDFന് നടത്താൻ സാധ്യതയുണ്ട് എന്ന ഒരു കണക്കുകൂട്ടൽ കൂടിയാണ്. അങ്ങനെയാണെങ്കിൽ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് നിലവിൽ LDF ഉള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. മനു, ശരി, നമുക്ക് നോക്കാം എന്തായാലും പ്രതീക്ഷകൾ എങ്ങനെയാണ് ഫലമണിയാൻ പോകുന്നതെന്ന്. ഇനിയിപ്പോൾ 2 ദിവസത്തെ കാത്തിരിപ്പ് മാത്രമാണ് നമ്മുടെ മുൻപിലേക്ക് ബാക്കിയുള്ളത്.